ഹലോ എവ്രിവൺ. ഇന്നും നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടിയായിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. മിക്കവാറും സംശയങ്ങൾക്കുള്ള മറുപടികളെല്ലാം ഞാൻ പഴയ വീഡിയോയിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എങ്കിലും ഒരു പക്ഷേ ആ വീഡിയോസ് ഒന്നും കാണാത്തതുകൊണ്ട് ആയിരിക്കാം വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആളുകൾ ചോദിക്കുന്നുണ്ട്. എന്തായാലും എല്ലാ ചോദ്യങ്ങൾക്കും ഒറ്റ വീഡിയോയിൽ ഉത്തരം പറയാൻ നമുക്ക് കഴിയില്ല. പക്ഷേ എങ്കിലും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് എന്നോട് സിസ്റ്റർ ചോദിച്ചിരിക്കുന്നത് വർക്കിംഗ് അവേഴ്സ് എങ്ങനെയാണെന്നുള്ളതാണ്. അതിനെക്കുറിച്ച് പലരും വീഡിയോ ചെയ്തിട്ടുണ്ട്. എങ്കിലും ഞാൻ വീണ്ടും ഒന്നോടെ പറയുകയാണ്. ഇവിടെ 7 AM to 2 PM, 2 PM to 10 PM, 10 PM to 7 AM ഇങ്ങനെ 3 ഷിഫ്റ്റ്സ് ആണ്. ചില സ്ഥലങ്ങളിൽ ഓവർ ടൈം ഉണ്ട്. ഓവർ ടൈം ഉള്ളത് 2 to 6 ആയിരിക്കാം, 6 to 10 ആയിരിക്കാം, അങ്ങനെ വ്യത്യാസമുണ്ട്. പിന്നെ സാറ്റർഡേ ആണ് ഓഫ് ഉള്ളത്. സാറ്റർഡേ അല്ല, ഫ്രൈഡേ ആണ് ഇവിടെ ഈ ഔട്ട് പേഷ്യൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഓഫ് ഉള്ളത്. അല്ലെങ്കിൽ വീക്ക്ലി ഒരു ഓഫാണ് ഉള്ളത്. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞാൽ നൈറ്റ് ഡ്യൂട്ടിക്ക് ഒരു നൈറ്റ് ഓഫും പിന്നെ സ്ലീപ്പിംഗ് ഡേ ഓഫും, അങ്ങനെ 2 ഓഫ് അടുപ്പിച്ച് നമുക്ക് കിട്ടും. ചിലപ്പോൾ ഡേ ഓഫിൻ്റെ സമയത്ത് നമുക്ക് ചിലപ്പോൾ ഡ്യൂട്ടി ഇട്ടതിന് ശേഷം ബാലൻസ് ഓഫ് തരാം. പബ്ലിക് ഹോളിഡേയ്സിൽ നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്കൊരു എക്സ്ട്രാ ഓഫ് കിട്ടും. അതാണ് ഇവിടെ ഔട്ട് പേഷ്യൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിലൊക്കെ അല്ലെങ്കിൽ ഡേ കെയർ അല്ലെങ്കിൽ നൈറ്റ് ഡ്യൂട്ടി ഇല്ലാത്ത ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ ഒരു റുട്ടീനായിട്ടുള്ളൊരു ഡ്യൂട്ടി ടൈമിംഗ് എന്ന് പറയുന്നത്. പിന്നെ ചില ഡിപ്പാർട്ട്മെൻറ്റ്സിൽ ഫ്രൈഡേ സാറ്റർഡേ ഓഫാണ്. അത് എക്സ്പെഷ്യലി ഈ റേഡിയേഷനും അല്ലെങ്കിൽ അങ്ങനത്തെ സ്പെഷ്യലായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഫ്രൈഡേ സാറ്റർഡേ അവധിയുണ്ട്. നാട്ടിലെ സാറ്റർഡേ സൺഡേ എന്ന് പറയുന്ന പോലെ ഇവിടെ ഫ്രൈഡേ സാറ്റർഡേ ആണ് വീക്ക് ഓഫ് എന്ന് പറയുന്നത്. പിന്നെ യൂണിഫോമിൻ്റെ കാര്യം പലരും ചോദിച്ചു, മെയിൽ നഴ്സസിന് സ്ക്രബ്സ് ഇടാൻ പറ്റുമോ എന്നുള്ള കാര്യം. മെയിൽ നഴ്സസ് സ്ക്രബ്സ് ഇട്ട് ഞാൻ കണ്ടിട്ടുണ്ട് കുറേ പേരൊക്കെ. പക്ഷേ കൂടുതൽ ആളുകളും പ്രത്യേകിച്ചും ഇന്ത്യൻ ആയിട്ടുള്ള നേഴ്സസൊക്കെ ഷർട്ടും പാൻറ്റുമാണ് യൂസ് ചെയ്ത് കണ്ടേക്കുന്നത്. പിന്നെ നിങ്ങൾ യൂണിഫോം കുറേ പേരൊക്കെ ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്ന ആളുകൾ നാട്ടിൽ നിന്നും സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നാട്ടിൽ നിന്നും കോട്ടൺ മെറ്റീരിയലൊക്കെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേനും ഇവിടുത്തെ യൂണിഫോമിൻ്റെ ഒരു ക്വാളിറ്റി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര ഡള്ളായിട്ടുള്ളൊരു, ഞാൻ പേഴ്സണലായിട്ട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ഒരു പോളിസ്റ്റർ മിക്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ പോളിസ്റ്റർ മെറ്റീരിയൽ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമായിരിക്കും കുറച്ചും കൂടി ഒരു ബ്രൈറ്റ്നെസ്സിന് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. പൊതുവേ കണ്ടതുകൊണ്ട് ഞാനൊരു അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഷൂസിൻ്റെ കാര്യം ചോദിച്ചിരുന്നു. വൈറ്റ് ഷൂസാണ്. വൈറ്റ് ഷൂസ് നമ്മൾ പ്ലെയിൻ വൈറ്റ് ഷൂസാണ്. പ്ലെയിൻ എന്ന് ഉദ്ദേശിച്ചത് അതിൽ പിന്നെ വേറെ കളറുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്ത പ്ലെയിൻ ആയിട്ടുള്ള വൈറ്റ് ഷൂസാണ് ഇവിടെ അലൗഡ് ആയിട്ടുള്ളൂ. അതുപോലെ തന്നെ ഫാമിലി വിസയുടെ കാര്യം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഫീമെയിൽ നേഴ്സസിന് ഇപ്പോൾ സ്പോൺസർ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഹസ്ബൻഡും വൈഫ് ഇവിടെ ഒന്നിച്ചാണ്. അവർക്ക് 800 KD എന്നുള്ള ആ ഒരു സംഭവം ഇല്ലെങ്കിൽ പോലും ഒരു പക്ഷേ ഇവിടെ ഫാമിലി വിസ ഇഷ്യൂ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. നമുക്ക് 100% ഒരു പക്ഷേ പറയാൻ പറ്റുകയില്ല. എങ്കിലും MOHലെ ചില നേഴ്സസിനെങ്കിലും 800 KD സാലറി കിട്ടിയില്ലെങ്കിൽ അവർക്ക് ഫാമിലി വിസ മെയിൽ നേഴ്സസിന് സ്പോൺസർ ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഫീമെയിൽ നേഴ്സസിന് ഇതുവരെയും ഇഷ്യൂ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇതുവരെയുള്ള ഒരു നിയമം. ഇനി നാളെ മാറാൻ പറ്റുമോ ഇല്ലയോ എന്നറിയില്ല. ടെമ്പററി ആയിട്ട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് ശേഷം അവർ ക്ലോസ് ചെയ്തു. ഇപ്പം മെയിലിൽ മാത്രം അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡിന് മാത്രമാണ് ഫാമിലിയെ സ്പോൺസർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനുള്ളൂ. അതും കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രം. പിന്നെ സ്കൂളിൻ്റെ കാര്യം പലരും ചോദിച്ചിട്ടുണ്ട്. സ്കൂൾ ഇവിടെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഇന്ത്യൻ മാനേജ്മെൻറ്റ് നടത്തുന്ന ഒരുപാട് സ്കൂൾസ് ഉണ്ട്. നമുക്ക് സ്കൂളിൻ്റെ അടുത്ത് താമസിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ടൊന്നും നമ്മൾ മിക്കവാറും CBSE ആ ഒരു ഇതാണ് ഫോളോ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ വെക്കേഷൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ട്. വെക്കേഷൻ ഞാൻ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ നമുക്ക് 35 days ആണ്. ഞാൻ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അല്ലാതെ ഇതിനെക്കുറിച്ച് തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ 35 days ആണ് നമ്മൾക്ക് ഒരു വർഷത്തിൽ അവധി കിട്ടുന്നത്. പിന്നെ കുട്ടികളുടെ വെക്കേഷൻ എന്ന് പറയുന്നത് ഇവിടെ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ആണ്. പിന്നെ നമ്മൾക്ക് ഡിസംബർ ക്രിസ്മസ് ഹോളിഡേയ്സും ഓണത്തിനൊക്കെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ വെക്കേഷൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. ഓണത്തിനൊക്കെ ആ ഒരു പബ്ലിക് ഹോളിഡേ കിട്ടും. പിന്നെ അവരുടെ ഇവിടെ സ്കൂൾ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്ന ഏപ്രിലാണ്. അപ്പോൾ മാർച്ച് എക്സാം കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് ദിവസം കിട്ടും. എല്ലാ വർഷവും നാട്ടിൽ പോവുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി അത്ര പോസിബിൾ അല്ല. കാരണം ഒരു പക്ഷേ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ കുട്ടികളെല്ലാം സ്കൂളിൽ പോകുന്ന ആളുകൾക്ക് എല്ലാ വർഷവും ജൂൺ, ജൂലൈ, ഓഗസ്റ്റിലൊന്നും നാട്ടിൽ പോകാൻ പറ്റിയെന്നിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ നിങ്ങൾക്ക് എവറി ഓൾട്ടർനേറ്റ് ഇയറിൽ നിങ്ങൾക്ക് നാട്ടിൽ പോകാനുള്ള ഒരു ചാൻസ് ഉണ്ടായിരിക്കും. ചെറിയ കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏത് മാസം വേണമെങ്കിലും ട്രാവൽ ചെയ്യാം. പക്ഷേ കുട്ടികൾ സ്കൂളിലൊക്കെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ 1 in 2 years മാത്രമാണ് ട്രാവൽ ചെയ്യാൻ പറ്റാൻ സാധ്യതയുള്ളൂ. പിന്നെ കുവൈറ്റിലെ എക്സ്പീരിയൻസ് അറ്റസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. കുവൈറ്റിൽ നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ
കുവൈറ്റ് എക്സ്പീരിയൻസ് അറ്റസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ പോസ്റ്റ് ബി എസ് സിക്കാരുടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളുടെ ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് GNMൻ്റെ ആണോ പോസ്റ്റ് ബി എസ് സിയുടെ ആണോ അറ്റസ്റ്റ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് പോസ്റ്റ് ബി എസ് സിയുടെ മാത്രം ചെയ്താൽ മതി. പിന്നെ നാട്ടിൽ നിന്ന് വരുമ്പോൾ എന്തൊക്കെ കൊണ്ടുവരണം എന്നുള്ളതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പൊതുവേ ഹോസ്റ്റലിലേക്കാണ് വരുന്നത്, അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങളൊന്നും കൊണ്ടുവരണ്ട. എങ്കിലും ബേസിക് ആയിട്ടുള്ള അത്യാവശ്യം പാത്രം, കപ്പ്, നിങ്ങൾക്ക് ഡ്യൂട്ടിക്ക് പോകാൻ ആവശ്യമായിട്ടുള്ള എന്താ പറയുക ബാഗ്, പിന്നെ അത് പോക്കറ്റ് ആർട്ടിക്കിൾസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരിക. ക്യാപ്പിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. പിന്നെ മിനിമം അല്ലെങ്കിൽ നിങ്ങൾക്കിവിടെ വന്ന എല്ലാ സാധനങ്ങളും നിങ്ങൾക്കിവിടെ അവൈലബിൾ ആണ്. അങ്ങനെ ഒരു അൻസൈറ്റിയുടെ ആവശ്യമില്ല. പക്ഷേ ഒൺലി തിങ് നമ്മൾക്ക് ഇവിടെ വരുമ്പോൾ ഒരു പക്ഷേ ഒരു ക്യാഷ് അല്ലെങ്കിൽ പൈസയുടെ ഒരു ഡിഫറൻസ് വരുന്നുള്ളതുകൊണ്ട് തന്നെ നാട്ടിൽ നിന്ന് കുറച്ചൊക്കെ സാധനങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും നല്ലത്. ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ ഇവിടെ അത് പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. പിന്നെ നമ്മൾക്ക് ഏത് ഹോസ്പിറ്റലിലാണ് നമുക്ക് പോസ്റ്റിംഗ് എന്ന് നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ മെയിലിൽ നമ്മളോട് പറയുമോ എന്നുള്ളതാണ്. ഡിപ്പാർട്ട്മെൻറ്റ് നമ്മളോട് പറയും, പക്ഷേ ഹോസ്പിറ്റൽ ഏതാണ് എന്നുള്ളത് ഇവിടെ വന്നതിന് ശേഷമാണ് അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ അതൊരു സസ്പെൻസ് ആയിട്ട് തന്നെയാണ് നിങ്ങൾക്ക് ഇരിക്കുക എന്നുള്ളതാണ്. പിന്നെ ഓൺകോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഏത് ഗ്രേഡാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ വർക്ക് ചെയ്യുന്നൊരു ഓൺകോളജി ഹോസ്പിറ്റലിലാണ്. ഓൺകോളജി ഹോസ്പിറ്റലിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും A ഗ്രേഡാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉദ്ദേശിച്ചത് ഔട്ട് പേഷ്യൻ്റ് ഡിപ്പാർട്ട്മെൻറ്റ് B ഗ്രേഡാണ്. പക്ഷേ ഇവിടുത്തെ വാർഡും കാര്യങ്ങളൊക്കെ A ഗ്രേഡാണ്. അതുപോലെ തന്നെ റിസ്ക് അലവൻസ് ഇപ്പോൾ 2 റിസ്ക് അലവൻസാണ് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇനി വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് MOHലെ പ്രോമെട്രിക് എക്സാമിനെ കുറിച്ചാണ്. പലപ്പോഴും ഞാൻ ആൻസർ കൊടുത്തിട്ടുണ്ട്, എങ്കിലും വീണ്ടും ചോദിക്കുന്നവർക്ക് വേണ്ടി പറയുകയാണ്. MOHലേക്കുള്ള എക്സാമിൻ്റെ പേര് പ്രോമെട്രിക് എക്സാം എന്നല്ല. ഇതുവരെ നാളെ മാറുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല. MOHലേക്ക് ഒരു ലൈസൻസ് എക്സാമാണ്. പ്രോമെട്രിക് എക്സാമിൻ്റെ ഒരു പാറ്റേൺ അല്ല അത്. ഇവിടെ വന്നതിന് ശേഷം SDU നടത്തുന്ന ഒരു എക്സാം മാത്രമാണ് നിങ്ങൾക്കുള്ളത്. ലോക്കൽ ഇൻ്റർവ്യൂവിൽ എടുക്കുന്ന ആളുകൾക്ക് ലോക്കൽ ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം ഒരു എക്സാം ഉണ്ട്. അല്ലാതെ അതിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ MOH നേരത്തെ നടത്തിക്കൊണ്ടിരുന്ന ഒരു എക്സാമിൻ്റെ പാറ്റേണിലാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രോമെട്രിക് ആസ് ഓഫ് നൗ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലാണ് ഉള്ളത്. വീഡിയോയുടെ സമയം നീണ്ടു പോവുകയാണ്. എന്നാലും ഞാൻ പറയുകയാണ്, ചോദിച്ചിരിക്കുന്നു 40 എബോവ് കഴിഞ്ഞാൽ വരാൻ പറ്റുമോ? തീർച്ചയായിട്ടും 45 ഇയേഴ്സ് വരെ ഇപ്പോൾ MOH ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നുണ്ട്. GNMനും അപ്ലൈ ചെയ്യാൻ പറ്റും. ഒരിടയ്ക്ക് BSCക്കാർ മാത്രമേ എടുക്കുന്നുണ്ടായിരുന്നുള്ളൂ ഈ ഓൺലൈൻ ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപേ. പക്ഷേ അതിന് ശേഷം ഈ ഓൺലൈൻ റിക്രൂട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഡിപ്ലോമക്കാർക്കും അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾക്ക് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ നമുക്ക് അറിയാൻ പറ്റുമോ, അല്ലെങ്കിൽ എന്ന് വിളിക്കും, എന്ന് വിസ വരും, ഇതെല്ലാം മെയിലിൽ കൂടെ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഒരു ഇൻഡിവിജ്വലിന് പോലും നമ്മൾക്ക് പോയിട്ട് ഇന്ന ആളുടെ ഇത് എപ്പോൾ അയക്കാൻ പറ്റും, നമ്മൾ വെയിറ്റ് ചെയ്യണോ അല്ലെങ്കിൽ നമ്മൾ വിളിക്കുമോ, പാസ്സായോ, ഇതൊന്നും നമുക്ക് ആർക്കും അറിയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ആ ചോദ്യങ്ങൾക്കൊരു പ്രസക്തി ഇല്ല എന്നുള്ളതാണ് വളരെ വിഷമത്തോടുകൂടെ പറയാൻ പറ്റുന്നത്. പലപ്പോഴും പലരും ചോദിക്കാറുണ്ട് ഒന്ന് പോയി തിരക്കാൻ പറ്റുമോ എന്ന്. പക്ഷെ അങ്ങനെയുള്ള ഒരു ചാൻസ് MOHൽ നമുക്ക് ആർക്കും ഇല്ല എന്നുള്ളതാണ്. ഓരോ വർഷവും സാലറി കൂടും, ഓരോ വർഷവും സാലറി കൂടില്ല. അങ്ങനെയല്ല ഇവിടുത്തെ സാലറിയുടെ ഒരു ഇത് പോകുന്നത്. ചില സമയത്ത് മിനിസ്ട്രി സാലറി ഒരു അപ്ഗ്രേഡ് ചെയ്യും. പിന്നെ അല്ലാതെ ഞാൻ പറയാറുള്ളത് പോലെ തന്നെ നമ്മളുടെ ഗ്രേഡ് ചേഞ്ച് വരും എവറി 5 ഇയേഴ്സ്. അത് ഇപ്പോൾ ഡിപ്ലോമക്കാർക്കും BSCക്കാർക്കും വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും സാലറി കൂട്ടുന്ന ചില പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഉണ്ട്. പക്ഷേ ഇവിടെ മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ അങ്ങനെ കൂട്ടാറില്ല. അതുപോലെ തന്നെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ ഇവിടെ കൊടുക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ കൊടുക്കുന്നില്ല. ഇനി ചിലപ്പോൾ കൊടുത്തു തുടങ്ങാൻ സാധ്യതയുണ്ട് എന്ന് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ. പിന്നെ ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റിലെ ഗ്രേഡ് വെച്ചിട്ടാണോ നമുക്ക് സാലറി ഫിക്സ് ചെയ്യുന്നത് എന്നുള്ളതാണ് കുറച്ച് പേര് ചോദിച്ചിട്ടുള്ളത്. ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റിലെ ഗ്രേഡ് വെച്ച് ഒരു പക്ഷേ നമ്മളുടെ പോസ്റ്റിംഗ് അവർ ഡിസൈഡ് ചെയ്യുമോ എന്ന് അറിയത്തില്ല. എന്തായാലും അത് വെച്ചിട്ടല്ല സാലറി ഡിസൈഡ് ചെയ്യുന്നത്. നമ്മളുടെ പോസ്റ്റിംഗ് അനുസരിച്ചാണ്, ഏത് ഹോസ്പിറ്റലാണ്, ഏത് ഡിപ്പാർട്ട്മെൻറ്റ് അനുസരിച്ചാണ്, നൈറ്റ് അലവൻസ് ഉണ്ടോ, ഇതെല്ലാം അനുസരിച്ചിട്ടാണ് നമ്മളുടെ സാലറി ഡിസൈഡ് ചെയ്യുന്നത്. പക്ഷേ ആ പോസ്റ്റിംഗ് വരുന്നത് ഇനി ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റിലത്തെ നിങ്ങളുടെ ഗ്രേഡ് അനുസരിച്ചാണോ അതെയോ അത് എന്തെങ്കിലും അതിനൊരു പോയിൻ്റ് ഉണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം ഈ ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് റീസെൻ്റ്ലി തുടങ്ങിയ ഒരു കാര്യമാണ്. നിങ്ങളുടെ പ്രീവിയസ് എക്സ്പീരിയൻസ് അനുസരിച്ചാണ് പൊതുവേ പോസ്റ്റിംഗ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അല്ലാതെയും ഒരുപാട് പേരെ പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റിൽ നിങ്ങളുടെ ഗ്രേഡിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല. ഡയാലിസിസിൽ നൈറ്റ് ഡ്യൂട്ടി ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഡയാലിസിസിൽ നൈറ്റ് ഡ്യൂട്ടി ഉള്ള ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. ചില ഡയാലിസിസ് യൂണിറ്റ്സ് ഡേ കെയർ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ നൈറ്റ് ഡ്യൂട്ടി ഇല്ല. അല്ലാതെ മിക്കവാറും ഡയാലിസിസ് ഹോസ്പിറ്റലിലുള്ളതെല്ലാം തന്നെ നൈറ്റ് ഡ്യൂട്ടി കൂടെ ഉള്ള ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണ്. അപ്പോൾ നിങ്ങളുടെ ചോദ്യങ്ങൾക്കെല്ലാം ഞാൻ ഈ വീഡിയോയിൽ കൂടെ ഉത്തരം തന്നു എന്ന് വിചാരിക്കുന്നു. വീണ്ടും സംശയങ്ങളുള്ളത് പ്രോസസ്സിങ്ങിൻ്റെ കാര്യത്തെക്കുറിച്ചൊക്കെ ഒരുപാട് പേർ വീഡിയോ ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല.
അപ്പോൾ നിങ്ങൾ ആ വീഡിയോസൊക്കെ കാണുക, എൻ്റെ വീഡിയോസും കാണുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുവാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.